അതിന് ശംഭുലാൽ പറഞ്ഞൊരു കാരണം ഉണ്ടായിരുന്നു. ഈ അഫ്രസുൽ ലവ് ജിഹാദ് നടത്തുന്ന ആളാണ്. അങ്ങനെ കോടതിയിൽ അദ്ദേഹത്തിൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അഫ്രസുൽ ലവ് ജിഹാദ് നടത്തിയതിന് താങ്കൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വല്ല അറിവും താങ്കളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ അറിവിലില്ല, പക്ഷേ പത്രങ്ങളിലും മീഡിയയിലും ഞാൻ കണ്ടിട്ടുണ്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ ലവ് ജിഹാദ് നടത്തുന്നെന്നുള്ളത്. ഒരുപാട് അന്തരീക്ഷം ഉണ്ടാവാറുണ്ട്. സംഘികളാണ് ഈ ക്രിസ്സംഘികൾ സൃഷ്ടിച്ചത്. പക്ഷെ സംഘികളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ക്രിസ്സംഘികൾ പോവാണ്. അതാണ് അദ്ദേഹത്തിന് പിന്നീട് വലിയ സ്വീകരണം കിട്ടുന്നത്. സംഘപരിവാർ പ്രവർത്തകർ അദ്ദേഹത്തെ പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വീകരിക്കുകയാണ്. BJPയുടെ വലിയ നേതാക്കൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയാണ്. കാരണം അദ്ദേഹം ചെയ്തത് ഒരു മഹൽ കൃത്യം എന്ന രീതിയിൽ അവർ പറയണം. കാരണം ലവ് ജിഹാദ് നടത്തി ഇവിടുത്തെ ഹിന്ദു പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ച ആളെ വകവരുത്തിയതാണ് ഇദ്ദേഹം നടത്തിയത്. ഒരു വലിയ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാർക്കോട്ടിക്കും ലവ് ജിഹാദും മാർക്ക് ജിഹാദും ഒക്കെ ഒരു വലിയ കോമഡിയാണ് നമ്മുടെ കണ്ണിൽ. പക്ഷെ ഇത് സീരിയസ് ആയി കാണുന്ന ഒരു വലിയ വിഭാഗം വരുന്നുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യോഗിയുടെ നേതൃത്വത്തിൽ BJP നടത്തിയ ഏറ്റവും വലിയ പ്രചരണം എന്ന് ചോദിച്ചാൽ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ റെഫറൻസ് അവർക്ക് കേരളമായിരുന്നു. അതിപ്പോൾ ഒരു അച്ഛന് അങ്ങനെ പറഞ്ഞതല്ലേ, അല്ലെ ആരോ അങ്ങനെ പറഞ്ഞതിന് നമ്മളെന്തിനാണ് ഇത്ര വലിയ പ്രചരണം കൊടുക്കുന്നത്, അല്ലെ എന്തിനാണ് അതിന് ഇത്ര വലിയ എതിർപ്പുണ്ടാകുന്നത്? സ്വാഭാവികമാണ്. പക്ഷേ അതങ്ങനെ എടുക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും മാർക്ക് ജിഹാദും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഈ വിഷയത്തെ എല്ലാ സമയത്തും അതേപോലെ ട്രെൻഡിങ്ങിൽ നിർത്താനുള്ള ശ്രമമാണ് സംഘപരിവാരും ക്രിസംഘികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഇതിന് പിന്നിലെ അജണ്ടകളെ പൊളിച്ചെടുക്കേണ്ടത് മതേതര സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇല്ല എങ്കിൽ നമ്മൾ വലിയ ഒരു അപകടത്തിലേക്ക് ചെന്നു കയറും. ഒരുപാടൊന്നും പറയുന്നില്ല, പരിചയപ്പെടുത്തുന്നു സോളിഡാരിറ്റിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT ഷുഹൈബ്. ഷുഹൈബിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അദ്ദേഹം തന്നെ ഈ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും മാർക്ക് ജിഹാദിനെ കുറിച്ചും ലവ് ജിഹാദിനെ കുറിച്ചിട്ടും തുറന്നു പറയട്ടെ. എന്താണ് ഈ മാർക്ക് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും കൊണ്ട് സംഘപരിവാർ ഉദ്ദേശിക്കുന്നുള്ളത്? ഇത് ഇന്ന് കേരളത്തിൽ അവർ വിചാരിച്ചതുപോലെ ഫലപ്രദമായിട്ട് ഏറ്റിട്ടുണ്ടോ? 2017 ഡിസംബറിൽ നമ്മളെല്ലാം ഞെട്ടിപ്പിച്ചൊരു വീഡിയോ ദൃശ്യം നമുക്ക് ഓർമ്മ ഉണ്ടാവും. രാജസ്ഥാനിൽ ശംഭുലാൽ എന്നു പേരുള്ള ഒരാൾ, ഒരു സംഘപരിവാറുകാരന്, അഫ്രസുൽ ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനെ, അദ്ദേഹം പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ജോലി ചെയ്യാനെന്ന പേരിൽ വിളിച്ചു കൊണ്ടുപോവുകയും അങ്ങനെ പിറകിൽ നിന്ന് കോടാലി കൊണ്ട് വെട്ടി വീഴ്ത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച ഒരു ദൃശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതൊരു ഭയാനകമായൊരു ദൃശ്യമായിരുന്നു, വീഡിയോ ആയിരുന്നു. അതിന് ശംഭുലാൽ പറഞ്ഞൊരു കാരണം ഉണ്ടായിരുന്നു. ഈ അഫ്രസുൽ ലവ് ജിഹാദ് നടത്തുന്ന ആളാണ്. അങ്ങനെ കോടതിയിൽ അദ്ദേഹത്തിൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അഫ്രസുൽ ലവ് ജിഹാദ് നടത്തിയതിന് താങ്കൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വല്ല അറിവും താങ്കളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ അറിവിലില്ല, പക്ഷേ പത്രങ്ങളിലും മീഡിയയിലും ഞാൻ കണ്ടിട്ടുണ്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ ലവ് ജിഹാദ് നടത്തുന്നെന്നുള്ളത്. എവിടെയാണ് ഈ പ്രചരണങ്ങളൊക്കെ എത്തി നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു തെളിവാണിത്. കാരണം ലവ് ജിഹാദ് കേരളത്തിലാണ് യഥാർത്ഥത്തിൽ അത്തരം ഒരു പ്രചരണം തുടങ്ങിയത്. ഇവിടെ സംഘപരിവാർ തുടങ്ങി വെച്ചു. ഇവിടുത്തെ പല മീഡിയകളും, മുഖ്യധാര മീഡിയകൾ അത് ഏറ്റെടുത്തു. എന്നിട്ട് അവർ പലതരത്തിലുള്ള കണക്കുകൾ അവതരിപ്പിച്ചു. അതായത് കേരളത്തിൽ നിന്ന് 1000-ഓളം പെൺകുട്ടികളെ ഇങ്ങനെ പ്രണയിച്ച് മതം മാറ്റി സിറിയയിലേക്ക്, പാകിസ്ഥാനിലേക്ക്, അഫ്ഗാനിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. ഒരു തെളിവുണ്ടായില്ല. അങ്ങനെ പ്രചരിപ്പിക്കുകയും അത് സ്വാഭാവികമായിട്ടും അത് വായിക്കുകയും കാണുകയും ചെയ്യുന്ന ആളുകൾ അത് അങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ്. പക്ഷെ ഇവിടുത്തെ പോലീസ്, അതുപോലെ കോടതി ഒക്കെ പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായി അങ്ങനൊരു സംഗതി ഇവിടെ ഇല്ല. അങ്ങനെ വ്യവസ്ഥാപിതമായി ഇവിടെ ആരും അങ്ങനെ ഒരു മറ്റു മതത്തിലെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് പുറമേക്ക് കൊണ്ടുപോയി തീവ്രവാദത്തിലെത്തിക്കുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നിവിടെ പറഞ്ഞു. പക്ഷേ ഇതില്ല എന്ന് പറഞ്ഞതോടുകൂടി നമുക്ക് ആശ്വസിക്കാനുള്ളൊരു വകുപ്പ് അവിടെ ഇല്ല. കാരണം ആ പ്രചരണങ്ങൾ പിന്നീട് ഒരുപാട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UP-യിൽ നടന്ന അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗിയുടെ നേതൃത്വത്തിൽ BJP നടത്തിയ ഏറ്റവും വലിയ പ്രചരണം എന്ന് ചോദിച്ചാൽ
ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ റെഫറൻസ് അവർക്ക് കേരളമായിരുന്നു. കാരണം കേരളത്തിൽ ഇങ്ങനെ ലവ് ജിഹാദ് നടക്കുന്നു എന്ന പ്രചരണങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അതാണ് കോട്ട് ചെയ്തിട്ട് പറയുന്നത് ഇത് ഇന്ത്യയിലുടനീളമുണ്ട് എന്ന രീതിയിൽ അതിനെ അവതരിപ്പിക്കുന്നത്. അതാണ് അവർ വോട്ട് ബാങ്കിനാണ് ഉപയോഗപ്പെടുത്തിയത്. ഇവിടെയാണ് ഈ നാർക്കോട്ടിക് ജിഹാദൊക്കെ പ്രശ്നമായി മാറുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ചിലർ പറയും അതിപ്പോൾ ഒരു അച്ഛന് അങ്ങനെ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ ആരോ അങ്ങനെ പറഞ്ഞതിന് നമ്മളെന്തിനാണ് ഇത്ര വലിയ പ്രചരണം കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അതിന് ഇത്ര വലിയ എതിർപ്പുണ്ടാകുന്നത്? സ്വാഭാവികമാണ്. പക്ഷേ അതങ്ങനെ എടുക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന അവരുടെ ഏറ്റവും വലിയ ഒരു ആസൂത്രണം എന്ന് പറയുന്നത് അവർ മുസ്ലിങ്ങളെ ഒരു ടാർഗറ്റഡ് എനിമി ആയിട്ട് അവർ കണ്ടിട്ടുണ്ട്. മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യാനുള്ള പല പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരെയാണോ അവർ ടാർഗറ്റ് ചെയ്യുന്നത് അവരെക്കുറിച്ച് വ്യാപകമായ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുക. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അങ്ങനെ പിന്നീട് ഒരു സമയത്ത് ഒരു അക്രമം ഉണ്ടായാൽ തന്നെ ആളുകൾ അതിനെ ന്യായീകരിക്കും. കാരണം അവർ കൊല്ലപ്പെടേണ്ടവരാണ്, അല്ലെങ്കിൽ അവരിങ്ങനെ അട്ടിയോടിക്കപ്പെടേണ്ടവരാണ്. കാരണം അവരിവിടെ ആകെ പ്രശ്നമുള്ള. അപ്പോൾ ഈ ഒരു സംഗതിയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ശംഭുലാലിൻ്റെ ഉദാഹരണം പറഞ്ഞതാണ്. കാരണം അദ്ദേഹത്തിന് പിന്നീട് വലിയ സ്വീകരണം കിട്ടുന്നത്, സംഘപരിവാർ പ്രവർത്തകർ അദ്ദേഹത്തെ പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വീകരിക്കുകയാണ്. BJPയുടെ വലിയ നേതാക്കൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയാണ്. കാരണം അദ്ദേഹം ചെയ്തത് ഒരു മഹൽ കൃത്യം എന്ന രീതിയിൽ അവർ പറയണം. കാരണം ലവ് ജിഹാദ് നടത്തി ഇവിടുത്തെ ഹിന്ദു പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ച ആളെ വകവരുത്തിയതാണ് ഇദ്ദേഹം നടത്തിയത്. അപ്പോൾ ഇത് പലതിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സംഘപരിവാർ നടത്തുന്ന കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രചരണം 921 ബന്ധപ്പെട്ടുകൊണ്ടാണ്. കുറേ വിവാദങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ വാരിയംകുന്നൻ സിനിമ വരുന്നു. ആ സിനിമ പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് കോലാഹലങ്ങൾ നമുക്കറിയാം. ഉടനെ തന്നെ അവർക്ക് അനുകൂലമായി, സംഘപരിവാർ അനുകൂലമായ രീതിയിലുള്ള ആളുകൾ സിനിമ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്നു, അതിന് ഫണ്ട് റൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമക്ക് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ പ്രചരണങ്ങൾ നടത്തുന്നു, അതിൻ്റെ തിരക്കഥാകൃത്തിനെ അതിൽ നിന്ന് പിന്മാറ്റുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആഷിഖ് കപൂറും പൃഥ്വിരാജുമൊക്കെ പിന്മാറുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ എത്ര പെട്ടെന്നാണ്, അതായത് അവർ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി ഇങ്ങനെയുള്ള ആസൂത്രണങ്ങൾ നടത്തുമ്പോൾ അത് വിജയിക്കുന്ന രൂപത്തിൽ ഒരു സാമൂഹിക സാഹചര്യം ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ക്യാമ്പയിനെ സംഘപരിവാർ ഇന്ത്യയിലുടനീളം ഏറ്റെടുത്തിരിക്കുകയാണ്. അവരുടെ ഇപ്പോൾ ഡൽഹിയിൽ അതിൻ്റെ ഒരു ഉദ്ഘാടനം നടന്നിരുന്നു. അതായത് ഓൾ ഇന്ത്യ തലത്തിൽ 921 100 വർഷം തികയുന്നൊരു സമയമാണ് ഇത്. ഇവിടെ ഈ പോരാട്ടത്തിൻ്റെ ഓർമ്മകൾ, ബ്രിട്ടീഷ് വിരുദ്ധമായ അത്തരം സമരങ്ങളുടെ ഓർമ്മകൾ ഒക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത് 921 നടന്നിട്ടുള്ളത് ഒരു ഹിന്ദു ജനോസൈഡാണ്. അതായത് മുസ്ലിങ്ങൾ, ഇവിടുത്തെ മാപ്പിളമാർ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതാണ് 921 എന്ന ഒരു ക്യാമ്പയിന് അവർ ഇന്ത്യയിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ വലുതാണ്. കാരണം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിനെതിരെ വലിയ അർത്ഥത്തിലുള്ളൊരു വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഇതിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ചരിത്ര പാഠപുസ്തകങ്ങൾ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJPക്ക് അധികാരമുള്ള ഒരുപാട് സ്റ്റേറ്റുകളിൽ നമ്മളൊക്കെ പഠിച്ച ഒരു ചരിത്രം ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി. അതിൽ നമ്മൾ ഇന്ത്യയിലുള്ള ഒരുപാട് വൈവിധ്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള, ഹൈന്ദവരിലുള്ള, മുസ്ലിങ്ങളിലുള്ള, ക്രൈസ്തവരിലുള്ള, വ്യത്യസ്ത മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിയ ഒരുപാട് പോരാട്ടത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവർ ചെയ്യുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇന്ത്യക്ക് പ്രശ്നമുണ്ടാക്കിയവരാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ 600-700 വർഷത്തോളം മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചൊരു നാടാണ് ഇവിടെ. മുഗളന്മാർ, അതിനു മുമ്പുള്ള ആളുകൾ, അവരൊക്കെയും ഇന്ത്യയുടെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചവരാണ്. ഇനിയും ഇന്ത്യയിൽ സഞ്ചരിച്ചാൽ ഇന്ത്യയിലുടനീളം കാണുന്ന നാഗരികമായ, സാംസ്കാരികമായ ഒരുപാട് ശേഷിപ്പുകൾ ഇവിടെ അവരുടെയൊക്കെ സംഭാവനകളാണ്. പക്ഷെ ഇന്ന് അവർ പാഠപുസ്തകത്തിൽ എഴുതി വെക്കുന്നത് ഇന്ത്യയിൽ ഒരുപാട് മുമ്പ് ഇവിടുത്തെ ഒരുപാട് വികസിച്ച സമൂഹമാണ് ഉണ്ടായിരുന്നത്, ഒരുപാട് അഭിവൃദ്ധി ഉണ്ടായിരുന്നതാണ്. അവിടേക്ക് മുസ്ലിങ്ങൾ വന്നപ്പോഴാണ് മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടായത്. മുസ്ലിം ഭരണാധികാരി ഇവിടെ വന്ന് ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർത്ത് കളഞ്ഞു. അവർ അമ്പലങ്ങൾ തകർത്തു, അമ്പലങ്ങൾ കൊള്ളയടിച്ചു, ആളുകളെ നിർബന്ധിച്ച് മതം മാറ്റി. തെറ്റായ പ്രചരണങ്ങളാണ് തികച്ചും. ആ തെറ്റായ പ്രചരണങ്ങളെ മുമ്പൊക്കെ വെറും പ്രചരണങ്ങൾ മാത്രമായിരുന്നു ഇത് നടത്തിയിരുന്നത്. പക്ഷേ ഇത് പാഠപുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ ഇതിനൊരു ഔദ്യോഗിക ഭാഷ്യം വരികയാണ്. അപ്പോൾ പിന്നീട് ഇതാണ് ഔദ്യോഗിക ചരിത്രമായി മാറുക.
അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികൾ, ഇത് പഠിച്ചു വരുന്ന കുട്ടികൾ, അവരിതൊക്കെ പഠിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്നൊരു വിദ്വേഷമുണ്ട്. ഉദാഹരണത്തിന് ടിപ്പു സുൽത്താൻ അടക്കമുള്ള ടിപ്പു സുൽത്താൻ, ഔറംഗസീബ്, ഇവരെയാണ് മെയിനായി ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇവർ കുറച്ചും കൂടി ഒരു മതപരതയുള്ള ആളുകളായിരുന്നു. അതായത് ഇസ്ലാമിനോട് താല്പര്യമുള്ള, പക്ഷെ അതിൻ്റെ പേരിൽ ഒരാളെയും അവർ ദ്രോഹിക്കുകയും, കാരണം അങ്ങനെ മതം ഉപയോഗിച്ചുകൊണ്ട് അവർ മറ്റുള്ളവരെ ദ്രോഹിച്ചിരുന്നെങ്കിൽ ഇവിടെ ഈ അർത്ഥത്തിൽ ഹിന്ദു മതത്തിലെ ആളുകൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ. കാരണം ഇപ്പോൾ മൈസൂർ കേന്ദ്രമാക്കി ടിപ്പു സുൽത്താൻ ഭരിച്ചു. എത്രയോ ക്ഷേത്രങ്ങളുള്ള നാടാണ് മൈസൂർ എന്ന് പറയുന്നത്. ഇന്ത്യയിലുടനീളം ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥ ചരിത്രത്തിൽ അവർ നടപ്പാക്കിയ ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അത് ചിലർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പ്രത്യേകിച്ച് ഇവിടുത്തെ ജാതി വ്യവസ്ഥ വലിയൊരു പ്രശ്നമായിരുന്നു ഇന്ത്യയിൽ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെക്കുറിച്ച് മറ്റൊരു സമീപനമാണ്. ഒരു മനുഷ്യരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നാണ്, സമത്വമുള്ളവരാണ്. അങ്ങനെ ജാതിയുടെയും ഇതിൻ്റെയും പേരിൽ ആളുകൾക്ക് വേർതിരിക്കാൻ പാടില്ല. ഈ ഒരു വിശ്വാസമുള്ള സമൂഹമായതുകൊണ്ട് തന്നെ ഈ ഭരണാധികാരികൾ ജാതീയതയെ, അതിൻ്റെ അധികാരങ്ങളെ, അതിൻ്റെ ചൂഷണങ്ങളെയൊക്കെ ഒരുപാട് തടഞ്ഞിട്ടുണ്ട്. അതില്ലാതാക്കാൻ അവർ ഇടപെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വിദ്വേഷമുണ്ട്. ഇപ്പോൾ കേരളത്തിലൊക്കെ ടിപ്പു സുൽത്താൻ വന്ന് നടപ്പാക്കിയ പരിഷ്കരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പരിഷ്കരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇവിടുത്തെ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ കീഴാളലാക്കപ്പെട്ട സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ടിപ്പു സുൽത്താൻ ഇവിടെ വരികയും അവർക്ക് അത് ധരിക്കാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തത്. അത് ജാതി വ്യവസ്ഥക്കേറ്റ വലിയൊരു തിരിച്ചടിയായിരുന്നു. ശേഷം അദ്ദേഹം നടപ്പാക്കിയത് ഭൂപരിഷ്കരണമാണ്. കാരണം ഇവിടുത്തെ ജന്മിമാരുടെ കയ്യിലായിരുന്നു ഇവിടുത്തെ എല്ലാ ഭൂമിയും. കുടിയാന്മാരായ ആളുകൾ അവരെ അടിമകളാക്കി വെച്ച് ഇവർ ചൂഷണം ചെയ്യായിരുന്നു. അപ്പോൾ ടിപ്പു സുൽത്താൻ ജന്മിമാരിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് ഈ കർഷകരായ ആളുകൾക്ക് കൊടുക്കുന്ന ഭൂപരിഷ്കരണം നടപ്പിലാക്കുകയുണ്ടായി. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് ടിപ്പു സുൽത്താനോട് അങ്ങേയറ്റത്തെ വിദ്വേഷം ഇവിടുത്തെ സവർണരായ ജന്മിമാർക്കുണ്ടായിരുന്നു. അവരാണ് ഈ പറയുന്ന ഈ ടിപ്പു സുൽത്താൻ ഇവിടെ വന്നിട്ട് ഒരുപാട് അക്രമങ്ങൾ ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യഥാർത്ഥത്തിലുള്ള ചരിത്രങ്ങളെ വളച്ചൊടിച്ച് വളരെ വിദ്വേഷജനകമായ കാര്യങ്ങളാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സംഘപരിവാറിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ എടുത്തു നോക്കുക. ഇപ്പോൾ ഈ നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് ഒക്കെ പ്രചരിപ്പിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള കുറേ പ്രചരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു സംഗതി ഇപ്പോൾ എല്ലാവർക്കും പരിചിതമാണല്ലോ, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. കാരണം അത് വളരെ വ്യവസ്ഥാപിതമായി ലോകത്ത് മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും എതിരെയുള്ള വിദ്വേഷങ്ങളും അത്തരം ബോധങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ. അതിന് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട്. മതപരമായ കാരണങ്ങൾ മാത്രമൊന്നല്ല ഉള്ളത്. ചിലർ വിചാരിക്കും ഇസ്ലാമിനോടുള്ള മറ്റു മതങ്ങളുടെ ഒരു പ്രശ്നം എന്നുള്ളത്. പക്ഷേ കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ഒരു ലിബറൽ, ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നൊക്കെയുള്ള തന്നെ അവർ നടത്തുന്ന ഒരുപാട് പ്രചരണങ്ങളുണ്ട്. അതിലേക്ക് വരാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ക്രൈസ്തവ മേഖലയിൽ നിന്ന് നമ്മൾ വന്നാൽ, കുറച്ച് മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് കേരളത്തിൽ വലിയൊരു പ്രചരണം ഇവർ നടത്തിയിരുന്നു ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള. അതെന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ സർക്കാർ ആനുകൂല്യങ്ങൾ മുഴുവൻ മുസ്ലിം സമൂഹം കൊണ്ടുപോകുന്നു. പ്രത്യേകിച്ച് സ്കോളർഷിപ്പുകൾ, നമുക്കറിയാം 80-20 പാലോളി കമ്മീഷൻ്റെ വിഷയങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു അതിൻ്റെ വസ്തുത? യഥാർത്ഥത്തിൽ സച്ചാർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു വലിയ കമ്മീഷൻ ഇന്ത്യയിൽ UPA സർക്കാർ, മുമ്പത്തെ UPA സർക്കാർ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസപരമായ അവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ചതായിരുന്നു. ആ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അങ്ങേയറ്റം പിറകിലാണ്. വിദ്യാഭ്യാസപരമായി, രാഷ്ട്രീയപരമായി, അവരുടെ ജനസംഖ്യാനുപാതികത്തിലെടുത്താൽ വലിയ അന്തരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക പാക്കേജുകൾ ഉണ്ടാവണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് പാലോളി കമ്മീഷൻ വെച്ചു. എന്നിട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശുപാർശകൾ സമർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ശുപാർശകൾ സമർപ്പിച്ചപ്പോൾ മലബാർ മേഖലയിലുള്ള പിന്നോക്കാവസ്ഥയുടെ പരിഹാരം, തീരദേശ മേഖലയിലുള്ള പ്രശ്നങ്ങൾ, മുസ്ലിം പെൺകുട്ടികളുടെ വിഷയങ്ങൾ, ഇതൊക്കെയായിരുന്നു കാര്യമായിട്ട് ആ ശുപാർശകൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഒരു സ്കോളർഷിപ്പ് അനുവദിച്ചത്. ആ സ്കോളർഷിപ്പ് 100% മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സ്കോളർഷിപ്പായിരുന്നു. അങ്ങനെ അനുവദിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. കാരണം കേരളത്തിൽ വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾക്ക് മാത്രമായിട്ട് സ്കോളർഷിപ്പുകളുണ്ട്. മുന്നാക്ക വിഭാഗങ്ങൾക്കുണ്ട്, അതുപോലെ വേറെ പിന്നോക്ക വിഭാഗങ്ങൾക്കുണ്ട്. സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്കും കൊടുത്തത് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല.
പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ അതൊരു മതേതരത്വ പേടിയാണല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം മൊത്തത്തിൽ ഇവിടെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 5-ാം മന്ത്രി വിവാദം കേരളത്തിലുണ്ടായിരുന്നു. ശരിക്കും ഒരു വിവാദത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്ന് ലീഗിന് അർഹതപ്പെട്ടതായിരുന്നു അത്. മാത്രമല്ല, ലീഗ് അധികമായിട്ടൊരു വകുപ്പും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉള്ള വകുപ്പ് വീതിച്ചുകൊണ്ട് 5 മന്ത്രിമാരെന്നായിരുന്നു. പക്ഷെ അത് കേരളത്തിൻ്റെ സാമുദായിക യഥാർത്ഥത്തിൽ ആ അനുവദിച്ച സമയത്ത് തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതായിരുന്നു. കാരണം പിന്നെ ഇതിൻ്റെ ഒരു സ്വഭാവം എന്താവുന്നതാണ്, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എന്ന രീതിയിലേക്ക് മാറും. മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സ്കോളർഷിപ്പ് ന്യൂനപക്ഷ വകുപ്പിലേക്ക് മാറുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, ന്യൂനപക്ഷ വകുപ്പിനൊരു സാധനം കൊടുക്കുമ്പോൾ അവിടെ അന്തരങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. തുല്യത, അതാണ് പിന്നീട് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടത്, കോടതി ഇടപെട്ടത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഈ ഒരു സ്കോളർഷിപ്പിനെ മുൻനിർത്തിയിട്ട് ക്രൈസ്തവ മേഖലയിൽ ഉത്തരവാദിത്തപ്പെട്ടവരടക്കം പ്രചരിപ്പിച്ചു. കേരളത്തിലെ എല്ലാ സർക്കാർ സ്കോളർഷിപ്പുകളും ഇങ്ങനെ 80% മുസ്ലിങ്ങൾക്ക്, 20% തെറ്റായ വാദമായിരുന്നു. കാരണം ആ ഒരു സ്കോളർഷിപ്പിൻ്റെ വിഷയത്തിൽ മാത്രമായിരുന്നു അത്. മാത്രമല്ല, മദ്രസയിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇവരാണ് എന്നിട്ട് കണക്കുകളാണ് നമുക്കറിയാലോ. ഇതിപ്പോൾ ഇപ്പോഴത്തെ ഒരു മേഖല വാട്സപ്പുകൾ, യൂട്യൂബുകൾ, ഇതിലൊക്കെ നിരന്തരമായി ഇത്തരം പ്രചരിപ്പിക്കുകയും എന്നിട്ട് കോടികളുടെ കണക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇത്ര കോടി രൂപ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഇതിലെ ഏറ്റവും ഖേദകരമായൊരു സംഗതി എന്ന് പറയുന്നത്, ഇങ്ങനൊരു പ്രചരണം നടക്കുമ്പോൾ ഇത് തിരുത്തേണ്ടത് സർക്കാരാണ്. കാരണം സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണലായിട്ടുള്ള ഒരു വേർതിരിവ് ഇവിടെ ഉണ്ടാവുമ്പോൾ അത് തടയേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അന്ന് സർക്കാർ ഒന്നും വേണ്ടിയില്ല. അതിന് കാരണം ഉണ്ടായിരുന്നു, രാഷ്ട്രീയമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിൽ ക്രൈസ്തവ വോട്ട് വളരെ പ്രധാനമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വോട്ട് ഇടതുപക്ഷത്തിന് ഏകദേശം ക്ലിയറാണ്. കാരണം ഒരു വിഭാഗം ആളുകളുടെ വോട്ട് എപ്പോഴും അവർക്ക് ഉണ്ടാവും. കാരണം അത് മുസ്ലിങ്ങൾക്കിടയിലുള്ള സംഘടനാപരമായ വിഷയങ്ങൾ, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നെ കുറേ വോട്ടുകൾ CAക്കെതിരെ സർക്കാർ വളരെ മികച്ച നിലപാടെടുക്കുന്നു എന്ന് മുഖ്യമന്ത്രി അടക്കം പ്രസംഗിക്കുന്നത് കൊണ്ട് നടപടികൾ വേറെ സംഗതികൾ, ഇപ്പോൾ കേസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അതല്ല, ആളുകൾ ഈ പിണറായി വിജയൻ എന്ത് പറയുന്നു, അപ്പോൾ CA നടപ്പാക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു രീതിയിൽ കുറേ വോട്ട് അങ്ങനെ കിട്ടും. എന്നാൽ ക്രൈസ്തവർക്ക് വോട്ടിട്ടണമെങ്കിൽ അങ്ങനെ വെറുതെയുള്ള വർത്തമാനം കൊണ്ട് കിട്ടൂല. അവർക്ക് അവകാശങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഉണ്ട്. അതുകൊണ്ട് സർക്കാർ നമുക്ക് എന്ത് തന്നു എന്നത് അവർ കൃത്യമായി നോക്കും. അതുകൊണ്ട് തന്നെ അവർ ഈ പ്രചരണം നടന്നപ്പോൾ മിണ്ടാതിരുന്നു. എന്നിട്ട് അത് അവർക്ക് ഉപകാരപ്പെടുകയും ചെയ്തു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ക്രൈസ്തവ വോട്ട് വിഹിതം കിട്ടി വീണ്ടും അധികാരത്തിൽ വന്നു. വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത് തിരുത്തപ്പെടുന്നത്. അന്നത്തെ വകുപ്പ് മന്ത്രിയായ KT ജലീൽ പിന്നെ പറയുന്നുണ്ട്, ആ പ്രചരണങ്ങൾ തെറ്റാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ ആവർത്തിച്ച് പറഞ്ഞു, മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. ഇതാദ്യം പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയാത്തതിൻ്റെ കാരണം രാഷ്ട്രീയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിരുദ്ധത ഇവിടെ ഉണ്ടാക്കുന്നതിൽ സർക്കാരിനും പങ്കുണ്ട് എന്നുള്ളതാണ് അതിലൊരു വിഷയം. അപ്പോൾ ഈ പറയുന്ന എന്തിനാണ് ക്രൈസ്തവർ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായ സമയത്ത് അതിൽ വലിയൊരു വിഭാഗം അവരുടെ കൂടെ ആയിരുന്നു. അതിനവർക്ക് മതപരമായ കാരണമുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ അധിനിവേശം ചെയ്തപ്പോൾ അവരുടെ ഒരു മിഷനറി പ്രവർത്തനം കൂടി അവരിവിടെ നടത്തിയിരുന്നതിൻ്റെ കൂടെ സ്വാഭാവികമായിട്ടും ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുടെ ഒരു മാനസികാവസ്ഥ അവരുടെ കൂടെ ഉണ്ടാകും. അവരുടെ മതവുമായി ബന്ധപ്പെട്ട കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ സമരങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അധികവും. ഇപ്പോൾ മലബാറിൽ വലിയ സമരങ്ങൾ ഇവിടെ നടക്കുമ്പോൾ തിരുവിതാംകൂർ മേഖലയിൽ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയൊക്കെ അധികാരത്തിലുള്ള സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സമരങ്ങളും മറ്റും നടന്നിരുന്നത്. അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടി. കാരണം ഇവിടുന്ന് ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് വലിയ അർത്ഥത്തിലുള്ള സാമ്പത്തിക വിഹിതങ്ങൾ, ഭൂമികൾ ഒക്കെ അവർക്കാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ കേരളത്തിലുടനീളം സഞ്ചരിച്ചാൽ മിക്ക ടൗണുകളിലും വലിയ സ്ഥലങ്ങൾ സഭകൾക്കുണ്ടാവും. ഇതൊക്കെ ഇവർ പതിച്ചു നൽകിയതാണ്. സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും അങ്ങനെയാണ് അവരുണ്ടാവുക. ഇപ്പോൾ ഇന്ത്യയിൽ സംഘപരിവാറാണ് അധികാരത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും സംഘപരിവാറിൻ്റെ കൂടെ നിൽക്കുക. കാരണം സംഘപരിവാർ നടപ്പാക്കിയ കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഫോറിൻ ഫണ്ടുമായൊക്കെ ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ അവരെ സുഖിപ്പിച്ച് നിൽക്കണം. സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ അജണ്ടയെ വളർത്താൻ ക്രൈസ്തവർ കൂടി കൂട്ടി നിൽക്കുമ്പോൾ ഭരണകൂടത്തിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടും, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ സഹായങ്ങൾ കിട്ടും എന്നൊരു മെൻറ്റാലിറ്റി അവർക്കുണ്ട്. അതാണ് ഈ മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങളുടെ ഒരു കാരണം എന്ന് പറയുന്നത്. പക്ഷേ ഇതേ സമയം ഒരു വലിയ വിഭാഗം വരുന്ന ക്രിസ്ത്യൻ മത പുരോഹിതന്മാരൊക്കെ ഈ പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദിനെതിരെ സംസാരിച്ചിരുന്നത് വലിയൊരു ആശ്വാസമുള്ള ഒരു കാര്യമാണ്. അതിൽ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വളരെ പ്രബലമായൊരു സഭയാണ് സീറോ മലബാർ സഭ എന്ന് പറയുന്നത്.
അവരാണ് ഇതിൻ്റെ കൂടെ ഈ ഒരു പ്രചരണങ്ങൾ നടത്തുന്നത്. മറ്റുള്ളവരൊക്കെ അതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവർക്കാണ് വലിയൊരു അധികാരവും വലിയ ഇതൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ താമരശ്ശേരി രൂപതയുടെ പുസ്തകത്തെക്കുറിച്ച് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇത് നടക്കുമ്പോൾ രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാർ കേരളത്തിലൊക്കെ വലിയ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ മേഖലകളിലും. അതും ഇതിനൊരു കാരണമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഉണ്ടായ വലിയ ഉണർവുകളുണ്ട്. എല്ലാ റാങ്കൊക്കെ കിട്ടുന്ന വലിയ വിദേശ ശതമാനമുള്ള, അതുപോലെ എല്ലാ മേഖലയിലും ഉയർന്നു വരികയാണ്. ഇപ്പോൾ സിനിമാ മേഖല നമ്മൾ ആലോചിച്ചു, സിനിമാ മേഖലയിൽ ഒരുപാട് ചെറുപ്പക്കാർ യഥാർത്ഥത്തിൽ അത് മതം നോക്കി വിലയിരുത്തേണ്ട ഒരു കാര്യമല്ല, പക്ഷെ അത് നോക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേകമായ രീതിയിൽ നോക്കുകയും അങ്ങനെ മുസ്ലിം ചെറുപ്പക്കാർ ഇതാ എല്ലായിടത്തും കടന്നുകൂടുകയാണ്. അതുകൊണ്ട് ഇത് ഒരു പ്രശ്നമാണ്. ഇതും അവരുടെ ഈ പ്രചരണങ്ങൾക്കൊരു സ്കോളർഷിപ്പ് വിഷയത്തിലടക്കം എനിക്ക് തോന്നുന്നു ഇതേ പ്രശ്നം വന്നു എന്നുള്ളതാണ്. കാരണം ഒരു കാലം വരെ ഇവർക്ക് ഇതിനെ കുറിച്ചൊരു വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. എന്നാലും പുതിയ കാലത്താണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ എത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. സർക്കാർ ജോലികൾ അതിലൊക്കെ ഇപ്പോൾ ഇവര് കൂടി വരുന്നുണ്ട്. അതന്നെ ഇനി മാർക്ക് ജിഹാദിന്റെ പ്രശ്നം അതാണ്. ഇപ്പൊ ഡൽഹിയിലേക്ക് അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. ഈ നാർക്കോട്ടിക്കും ലവ് ജിഹാദും നമ്മൾ കേട്ട് 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 മടുത്തു എങ്കിൽ പോലും അവർ അത് മടുക്കാതെ പ്രയോഗിക്കുന്നുണ്ട്. അതിനിടയിൽ വന്ന ഒരു പുതിയൊരു ജിഹാദാണ് മാർക്ക് ജിഹാദ്. അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയി. മാർക്ക് ജിഹാദിന്റെ യഥാർത്ഥത്തിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം അതിന് പിന്നിലുണ്ട്. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ധാരാളമായിട്ട് ഇവിടുന്ന് കുട്ടികൾ പോകുന്നുണ്ട്. മുമ്പ് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ധാരാളമായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് പോകുന്നു, അവിടെയുള്ള മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുന്നു, അവർക്ക് സീറ്റ് കിട്ടുന്നു. അത് സ്വാഭാവികമായിട്ടും അവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. കാരണം യൂണിവേഴ്സിറ്റികളാണ്, പ്രത്യേകിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് ഇവിടുത്തെ ഒരു ഭാവി രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ വർത്തമാനകാല രാഷ്ട്രീയത്തൊക്കെ തീരുമാനിക്കുന്നത്. നമുക്കറിയാം CAA സമരങ്ങൾ ഇത്ര ലൈവായി നടത്തിയത് ജാമിയ മില്ലിയ അലിഗറിലൊക്കെ സ്റ്റുഡൻസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വളർന്നു വരുന്നൊരു തലമുറയുടെ രാഷ്ട്രീയം ഇവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് കേരളത്തിൽ പൊതുവെ ഒരു സംഘപരിവാർ വിരുദ്ധമായ ഒരു പൊതുബോധമുണ്ട്. അതിൽ വരുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. അതൊക്കെ അവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഇത് മാർക്ക് ജിഹാദാണ്. കേരളത്തിൽ അമിതമായി വെറുതെ മാർക്കിട്ട് കൊടുക്കുന്നു. അങ്ങനെ അവരിവിടെ ഇത് ഉണ്ട്. ഇപ്പോൾ യോഗി നേരത്തെ ലവ് ജിഹാദ് ഉപയോഗപ്പെടുത്തിയതുപോലെ പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവന അമിത്ഷാ കോട്ട് ചെയ്തിരുന്നു. അതായത് CAA സമരങ്ങൾ വലിയ ശക്തമായൊരു സമയത്ത് മഹല്ല് കമ്മിറ്റികളൊക്കെ ഒരുപാട് സമരങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ പിണറായി വിജയൻ നടത്തിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് മഹല്ല് കമ്മിറ്റികളിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നുണ്ടോ എന്ന് നോക്കണം എന്നൊരു പ്രസ്താവന. അത് പിന്നീട് ആവർത്തിക്കുന്നത് അമിത്ഷാ അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്, CAA സമരത്തിൻ്റെ മറവിൽ ഇവിടെ തീവ്രവാദം വളരുന്നു. പറഞ്ഞത് കേരള മുഖ്യമന്ത്രിയാണ് എന്ന് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇസ്ലാമോഫോബിയ ഉണ്ട്. ഇടതുപക്ഷം അതിൽ വലിയൊരു സംഭാവന നൽകുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന വലിയ മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ യാതൊരു തരത്തിലും പ്രചരിപ്പിക്കാതിരിക്കുകയും ഇത്തരം പ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കുക. അപ്പോൾ നമുക്കറിയാം വിജയരാഘവൻ സഖാവൊക്കെ എത്രയോ പ്രാവശ്യം പറഞ്ഞ പ്രസ്താവനകളുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും സമരങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് മലപ്പുറത്തെ തീവ്രവാദികൾ അതിൻ്റെ പിന്നിലാണ്, മലപ്പുറത്തുള്ളവർ തീവ്രവാദികളാണ്. അപ്പോൾ ഈ വർത്തമാനമൊക്കെ ഈ പറഞ്ഞതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന ഒരുപാട് ബോധങ്ങളുണ്ട്. ഇവരിങ്ങനെ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് ഇത് ഇപ്പോൾ സംഘപരിവാറിന് ഇതിലുള്ള താല്പര്യം നമുക്കറിയാം. എന്തിനാണ് മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവർ ഇന്ത്യയിൽ ഹിന്ദു വോട്ട് ബാങ്ക് വളരെ പ്രധാനമാണ്. അവർക്ക് അധികാരത്തിലിരിക്കണം, ഈ വോട്ട് കിട്ടണം. അപ്പോൾ ഒരു ശത്രുവിനെ എങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അവരെവിടുന്ന് തുരത്തിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് ആ വോട്ട് നേടിയെടുക്കുക. അതിനാണ് ഒരു മുസ്ലിം വിരുദ്ധത അവർ കാര്യമായിട്ട് അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ക്രൈസ്തവർക്ക് നേരത്തെ പറഞ്ഞു നമ്മൾ അവരുടെ താല്പര്യം എന്താണ്, രാഷ്ട്രീയം ഏത് കാലം വരെയും നിലനിൽക്കുകയും ചെയ്യും. അതാണ് വോട്ട് ജനാധിപത്യം സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തും. ഈ ഇടതുപക്ഷത്തിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ അവർക്ക് പ്രത്യക്ഷത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിലുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് ഇടതുപക്ഷം ഇവിടെ ഉണ്ടാക്കി വെച്ചൊരു പൊതുവായൊരു ബോധം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏത് സാമൂഹിക ഇടപെടലും ഒരു ഇടതുപക്ഷ സ്റ്റൈലാവണം, അല്ലെങ്കിൽ മതം അതുപോലെ അത്തരം കാഴ്ചപ്പാടുകളിലൊക്കെ വരുന്ന സാമൂഹിക ഇടപെടലുകൾ സമൂഹത്തിന് പ്രശ്നമാണ് എന്നൊരു ധാരണ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളുടെ ഏജൻസിയിൽ മുസ്ലിം കാർമ്മികത്വത്തിൽ വരുന്ന ഇത്തരം ഇടപെടലുകൾ അവർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കും.
കാരണം അത് അവരുടെ രാഷ്ട്രീയത്തെ തന്നെ റദ്ദ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അവർ അത്തരം എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് ഉണ്ടായി വരുമ്പോഴേക്ക് അതിൽ തീവ്രവാദം ആരോപിക്കും. കാരണം ഇവിടെയുള്ള ജനകീയ സമരങ്ങളൊക്കെ അവർ ആദ്യം നേരിടുക ഈ ആരോപണം കൊണ്ടാണ്. അതിന് പിന്നിൽ ഇവരുണ്ട്. അങ്ങനെ അത് പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്തുണ്ടാവും, ഇവിടുത്തെ ഒരു പൊതുബോധത്തിലുണ്ട് അങ്ങനെ ചില ബോധങ്ങൾ, അതിനവർ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള പല ഘടകങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിനെ തടയേണ്ട ബാധ്യത ഒന്നാമത് സർക്കാരിനുണ്ട്. ഇപ്പോൾ ഈ പാലാ ബിഷപ്പിൻ്റെ വിഷയത്തിൽ തന്നെ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ കഴിയും. പാലാ ബിഷപ്പ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലുണ്ടായി. അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ എതിർത്തു. പക്ഷെ സർക്കാർ ഇതിൽ നടപടിയെടുത്തില്ല. സർക്കാർ നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, അവരുടെ അരമനയിൽ ക്യൂ നിൽക്കുകയാണ് സന്ദർശിക്കാൻ, ആശ്വസിപ്പിക്കാൻ. യഥാർത്ഥത്തിൽ ആശ്വസിപ്പിക്കേണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരുന്നല്ലോ, കാരണം അവരെയാണ് ഇത് മുറിവേൽപ്പിച്ചത്. പക്ഷേ ഇവർ ചെയ്തത് പാലാ ബിഷപ്പിനെ സന്ദർശിക്കുന്നു, മന്ത്രി വാസവൻ പറയണം അദ്ദേഹം വളരെ ജ്ഞാനിയായ വ്യക്തിയാണ് എന്നൊക്കെ അതല്ലല്ലോ അവിടെ പറയേണ്ടത്. അവിടെ പറയേണ്ടത് അദ്ദേഹം ചെയ്തത് തെറ്റായിരുന്നു എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പറയണം. അത് CAA-ക്കെതിരെ ഇവിടെ സമരം നടത്തിയ കേസുകൾ ധാരാളം എടുത്തിട്ടുണ്ട്. അത് പിൻവലിച്ചു എന്ന് പറയുന്ന സർക്കാർ പക്ഷേ 1-2 കേസ് പിൻവലിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ഉദാഹരണം ഉണ്ട്. ഇവിടെ ഹർത്താൽ നടന്നു, ജനകീയ ഹർത്താൽ നടന്നപ്പോൾ ഇത് എത്രയോ ഹർത്താലുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്, എത്രയോ ബസ്സുകൾ കത്തിക്കപ്പെട്ടിട്ടുണ്ട്, ഓഫീസുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ഹർത്താലായിരുന്നു ജനകീയ ഹർത്താൽ. എന്നിട്ട് പോലും അത് നടത്തിയവർക്കെതിരെ കേസെടുത്തു, ജയിലിലിട്ടു. താങ്കൾ അതിൻ്റെ ഒരു ഇരയാണല്ലോ. അപ്പോൾ ഇതൊരു ഭയങ്കര ഇരട്ടത്താപ്പ് ഇതിൽ കാണുന്നുണ്ട്. 50-60% വരുന്ന ഒരു വലിയ വിഭാഗം ഈ നാർക്കോട്ടിക് ജിഹാദിനൊക്കെ എതിരാണ്. അങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് പറയുമ്പോൾ പോലും ക്രിസംഗികൾ എന്ന് പറഞ്ഞാൽ ഈ സീറോ മലബാർ സഭയെ പോലെയുള്ള ഇന്ന് സോഷ്യൽ മീഡിയ പേജുകൾ വിശേഷിപ്പിക്കുന്ന, ട്രോളർമാർ വിശേഷിപ്പിക്കുന്ന ക്രിസംഗികൾ എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം ക്രിസ്ത്യാനികൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഭവമല്ലേ? അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്നലെ ജോസ് കെ മാണി ഒരു പോസ്റ്റ് ഇട്ടു നബിദിനവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറഞ്ഞു നബിദിന ആശംസകൾ പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു. അതിൻ്റെ കമൻറ്റ് മുഴുവൻ ഇവരുടെ തെറിവിളികളായിരുന്നു, ഈ ക്രിസംഗികളുടെ. നമുക്കറിയാം ഇവിടെ മറ്റു മതസ്ഥരായ ആളുകൾ മറ്റു മതസ്ഥർക്ക് ആശംസകൾ നേരുന്ന ഒരുപാട് അന്തരീക്ഷം ഉണ്ടാവാറുണ്ട്. സംഘികളാണ് ഈ ക്രിസംഗികൾ സൃഷ്ടിച്ചത്. പക്ഷെ സംഘികളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ക്രിസംഗികൾ പോവാണ്. അതാണ് അതിലുള്ള കമന്റുകൾ വളരെ ഭീകരമായ കമന്റുകൾ. ഒടുവിൽ അദ്ദേഹം കമന്റ് ബോക്സ് പൂട്ടി എന്നതാണ് തോന്നുന്നത്. കാരണം അത്ര 1000-ഓളം കമന്റുകൾ വന്നിരുന്നു. ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് VS-നെ കുറിച്ച് കണ്ടു. അതായത് കേരളത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിക്ക് ജന്മദിനാശംസകൾ. ആ പോസ്റ്റിൽ തന്നെ നമുക്ക് വളരെ കൃത്യമാണ്. അതായത് VS പണ്ട് പറഞ്ഞൊരു പ്രസ്താവനയാണ്. അപ്പോൾ അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് അത് ഒരു ക്രിസ്ത്യൻ പേജിൽ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ സംഘപരിവാറിനേക്കാൾ കൂടുതലായി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തടയേണ്ട ബാധ്യത സർക്കാരിന് ഇവിടെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കേണ്ട ബാധ്യത പൊതുസമൂഹത്തിനുണ്ട്. ഒരു വലിയ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാർക്കോട്ടിക്കും ലവ് ജിഹാദും മാർക്ക് ജിഹാദും ഒക്കെ ഒരു വലിയ കോമഡിയാണ് നമ്മുടെ കണ്ണിൽ. പക്ഷെ ഇത് സീരിയസ് ആയി കാണുന്ന ഒരു വലിയ വിഭാഗം വരുന്നുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും സോളിഡാരിറ്റിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT ഷുഹൈബ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രസക്തമാണ്. നമ്മുടെ കാലികമായിട്ടുള്ള ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കപട രാഷ്ട്രീയ മുഖങ്ങൾ അത് നമ്മുടെ സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയുകയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്തായാലും നാർക്കോട്ടിക്കും മാർക്ക് ജിഹാദും ലവ് ജിഹാദും ഒക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ, ഞാനടങ്ങുന്ന നിങ്ങളടങ്ങുന്ന സമൂഹം മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് ഉത്തരേന്ത്യയിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ മനുഷ്യനായി കാണാതെ വൈരാഗ്യത്തിൻ്റെ പേരിൽ, ശത്രുതയുടെ പേരിൽ വേട്ടയാടലിന് ഇരയാക്കപ്പെടുത്തുന്ന ആ ദയനീയമായിട്ടുള്ളൊരു സാഹചര്യം നമ്മുടെ കേരളത്തിലും സംഭവിക്കും. എന്തായാലും കരുതലോടെ നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ, ഇനി മതമില്ലാത്തവനാണെങ്കിൽ യുക്തിവാദിയാണെങ്കിൽ അങ്ങനെ എല്ലാവരും തോളോട് തോള് ചേർന്ന് നിന്ന് കൊണ്ടുപോകുന്ന നമ്മുടെ ആ പഴയ കേരളം തന്നെ ഇനിയും ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? എന്തായാലും വളരെ നന്ദി ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്. അവസാനിപ്പിക്കാം. ഓക്കെ.